ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 3 പെൻ ഹോൾഡർ ഐഡിയ ആണ്. അപ്പോൾ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കണ്ടത്. പക്ഷേ ഇത് പെൻ ഹോൾഡർ ഐഡിയ അല്ലായിരുന്നു, ഇത് പ്ലാൻ പോട്ട് ഐഡിയ ആയിരുന്നു. പക്ഷേ എന്നാലും പ്ലാൻ പോട്ടിനെ നമുക്ക് പെൻ ഹോൾഡർ ആക്കിയാൽ അത് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ സെലക്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് സ്ട്രോബെറിയിൽ തുടങ്ങാം. സ്ട്രോബെറി പെൻ ഹോൾഡർ ഐഡിയ ഞാൻ പിൻട്രസ്റ്റിൽ തന്നെയാണ് തപ്പിയത്. അപ്പോൾ തപ്പിയപ്പോഴത്തേക്ക് പ്ലാൻ പോട്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുള്ളത് ഒരു വലിയ രീതിയിൽ വന്നിട്ട് പിന്നെ ചെറുതായി പോകുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുപ്പിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലായത് കുപ്പി ഇതേപോലെ ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതെടുത്താൽ മതി. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടെ വലുതെടുക്കാൻ ശ്രമിക്കണം, കാരണം പേന ഇട്ട് വെക്കണമല്ലോ. ഞാൻ പേന ഇട്ട് വെച്ചപ്പോൾ കുറച്ച് പ്രയാസപ്പെട്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നല്ല വലിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ മൂടി നമുക്ക് മാറ്റി കൊടുത്താൽ അടിയിൽ നമുക്ക് പേപ്പർ ആയാലും കുത്തിക്കയറ്റിയൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് കളർ മാർക്കർ കൊണ്ടായിരുന്നല്ലോ മാർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഞാൻ കുറേ മായ്ക്കാൻ ശ്രമിച്ചു, പക്ഷേ മായ്ച്ചില്ല. പിന്നെ ഞാൻ അകത്താണ് അടിച്ചത്. അപ്പോൾ അകത്തടിക്കുന്ന സമയത്ത് പുറത്ത് ഞാൻ എന്താ പറയുക മാർക്ക് ചെയ്ത സൈഡും കൂടെ അടിച്ചപ്പോഴത്തേക്കും എന്തോ അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളും റെഡ് കളർ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്തുകൂടെ കേട്ടോ ഞാൻ അടിക്കുന്നത്. സ്ട്രോബെറിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഗ്രീൻ ആയിട്ടുള്ള രീതിയിൽ ഇതേപോലെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് ഫുൾ നമ്മൾ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സ്ട്രോബെറി കറക്റ്റ് സ്ട്രോബെറി പെൻ ഹോൾഡർ ആയോന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും കുഴപ്പമില്ല. താഴത്തടിച്ചപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മൂടിയിൽ എന്തെങ്കിലുമൊക്കെ അടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്രീൻ കളർ അടിച്ചായിരുന്നു. അതടിച്ചത് കൊണ്ടാകാം സ്ട്രോബെറി പോലെ ഒന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. ഇനി നമുക്ക് കുത്ത് കുറേ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് യെല്ലോ കളർ എടുത്തിട്ട് ഇങ്ങനെ കുറേ കുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വലുതായി പോയാന്ന് എനിക്ക് ഡൗട്ടില്ല, അതില്ല. അതുകൊണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ചീത്തയായി പോകുക, അല്ലെങ്കിൽ ആ മൂടിയിൽ ഞാൻ ഗ്രീൻ കളർ അടിച്ചുകൊണ്ടായിരിക്കാം. പിന്നെ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു പിക് പെൻ ഹോൾഡർ ഉണ്ടാക്കാം. ഇതിൻ്റെ കളറാണ് എന്നെ ചതിച്ചത്. കാരണം ഞാനൊരു റെഡ് കളറും പിന്നെ ഒരു റെഡും പിന്നെ ബ്ലൂവും പിന്നെ യെല്ലോവും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഈ ചാര കളർ പോലത്തെ ഒരു കളർ ഉണ്ടാക്കിയത്. ഞാൻ വിചാരിച്ചത് അതിൻ്റെ ഇൻസ്പിറേഷൻ അനുസരിച്ചുള്ള സാധനം ഇതാണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, കാര്യം ഈ കളറിന് ഒരു ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ബ്ലൂവും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതുണ്ടാക്കി കൊടുക്കാം. യൂട്യൂബിൻ്റെ സഹായത്തോടെയാണ് കൂടുതൽ ഞാൻ കളറൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു ആ കണ്ടത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. പിന്നെ അത് കളയണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്തത്. അതുമേ നമ്മൾ ഇതേപോലെയൊക്കെ കൊണ്ട് വെട്ടിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വെട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ തലയില്ല, ചെവിയാണ് ചെവി വെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഗ്രേ കളർ പോലത്തെ കളർ. ഭയങ്കര എക്സ്പെക്റ്റേഷൻ അനുസരിച്ചാണ് ചെയ്തത്, ബട്ട് റിയാലിറ്റി കൊള്ളത്തില്ലായിരുന്നു. ആ പെയിൻറ്റ് പോകണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിലും കൂടെ അടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇത് കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ബ്ലാക്ക് കളർ അടിച്ചാൽ മതിയായിരുന്നു വിചാരിച്ചു പോയി. കാര്യം ഒരു ബ്ലാക്ക് കളറിൻ്റെ രീതിയിലായിരുന്നു അത് ഇരുന്ന് വെച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച് കണ്ണും മുക്കൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് വേറൊരു മൂടി എടുക്കുക, വേറൊരു കുപ്പിയുടെ മൂടി തന്നെ എടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ മൂടി എടുക്കാം. എന്നിട്ട് നമ്മൾ ഫുള്ളും കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ണ് വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്തോ ഭൂതത്തിനെ പോലെയൊക്കെ ഇരിക്കുന്ന വിചാരിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഈ പൂളിനെ നമ്മൾ ഫുള്ളും കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പൂളിനെ ഫുള്ളും ആ പൂളിൻ്റെ ഫുൾ റൗണ്ടിൽ നമ്മൾ പശ തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ ഇത്തിരി ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്ത് ഒട്ടാതെ ഞാൻ അങ്ങോട്ട് ഒട്ടിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ സൈഡ് ഫുൾ ഉണങ്ങിക്കാടുമായിരുന്നു. അപ്പോൾ ഞാൻ സ്പീഡ് ഒട്ടിച്ചെടുത്ത് ലാസ്റ്റ് അതിൻ്റെ മേത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. താഴത്തായിട്ടാട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ബ്ലഷ് പോലത്തെ ഒരു ചെവിയിൽ കുറച്ച് ഇതൊക്കെ ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ ഞാൻ റെഡ് അടിച്ചു കൊടുത്തു. ഓക്കെ, റെഡ് കാണാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ബ്ലഷൊക്കെ അടിച്ചു കൊടുത്തു. ബ്ലാക്കാണ് ഇനി നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത്. കാര്യം ബ്ലാക്ക് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ബ്ലാക്ക് തന്നെയാണോ എന്ന് നമുക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. കാര്യം അതിൻ്റെ കളറും ഇതിൻ്റെ കളറും ഒന്നേപോലെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ വരച്ച് കൊടുത്തപ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഞാൻ ഇരുന്നത്. എന്നാലും പിങ്ക് അടിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ വരച്ചെടുത്തപ്പോഴത്തേക്ക് ആ കണ്ണ് ശരിയായില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഫുള്ള് മായ്ച്ച് കളഞ്ഞപ്പോഴത്തേക്കും പിന്നെയും അത് സ്പ്രെഡൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ എന്തോ 2 തുള പോലത്തെ ഒരു സാധനം വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ അടിക്കുമ്പോൾ പിങ്ക് കളർ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്രോഗ്
പെൻ ഹോൾഡർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിന് നമുക്കൊരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ കളയാനുള്ള പ്രയാസപ്പെടലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പറിച്ചെടുത്തപ്പോഴത്തേക്ക് പിന്നെ എന്താണ്ടാക്കി കളയുക, അതിൻ്റെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്തായാലും പിന്നെ വിചാരിച്ചു ഞാൻ അങ്ങേറ്റത്തേക്കൊന്നും പോകില്ലല്ലോ ഒന്ന് വെട്ടിയെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഈ സൈഡിലേക്ക് അങ്ങോട്ട് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അങ്ങോട്ട് പോകത്തില്ല, എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ അത് വന്നില്ല. എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ ആദ്യമേ ഞാൻ അടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതെന്തോ പറയാം വെള്ളം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മര്യാദക്ക് ആകാത്തത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ തൂത്തൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഇതെല്ലാം പ്ലാൻ പോട്ടാണ്. അതും പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹലോ കിറ്റിയൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് പാർട്ട് 2 എന്തായാലും വരുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിന് കണ്ണൊക്കെ ചെയ്യാനായിട്ട് ഞാൻ കണ്ണിന് ഇങ്ങനെ വരച്ച് കൊടുത്തില്ല. അപ്പോഴത്തേക്ക് എന്തോ ഒരു നൂല് പോലത്തെ സാധനം ഇങ്ങനെ വലിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെട്ടിക്കളയെന്ന് പറഞ്ഞെടുത്തോണ്ട് അപ്പോൾ അത് പെയിൻറ്റ് ബ്രഷ് താഴ്ത്ത് വീണു. പിന്നെ ഞാൻ അവിടെ കണ്ണൊക്കെ കൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ മേളിൽ കൊണ്ടുപോയിട്ടൊക്കെയാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. ഞാൻ അതിലാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. കാര്യം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ കണ്ണ് എന്നടക്കേണ്ടി പോകും. ഞാൻ കുറേയൊക്കെ സംസാരിക്കുന്നുണ്ട്, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിൻ്റെ കണ്ണിനകത്തേക്ക് എന്താ പറയുക ഉണ്ട സാധനം ബ്ലാക്ക് കളറെ കൊണ്ട് വരച്ചു കൊടുക്കണം. അത് വരച്ചു കൊടുത്തപ്പോഴത്തേക്ക് പിൻട്രസ്റ്റിന് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ വരച്ചത് കൊണ്ട് അതിനകത്ത് എന്താ പറയുക ബ്ലാക്ക് പോലത്തെ ഒരു സാധനം ഇങ്ങനെ ബോർഡർ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വരച്ചു കൊടുത്തായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായത് എല്ലാം നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാതെ നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലാതെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വരയ്ക്കേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി. എന്തുകൊണ്ടൊക്കെ പോലെ ഇരിപ്പുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. പിന്നെ നല്ലൊരു വീഡിയോ നമ്മുടെ നെക്സ്റ്റ് സൺഡേ വരുന്നുണ്ട്. അപ്പോൾ എന്ത് വീഡിയോ എന്ന് ഞാൻ പറയാം. സ്റ്റേഷനറി ഐറ്റമാണ്, അതും DIY ആയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.